സാധാരണ ജനങ്ങൾ പോലീസിൽ സമർപ്പിക്കുന്ന ഒരു വിശ്വാസം അത് തകർന്നിരിക്കുകയാണ്. അത് തിരികെ പിടിക്കേണ്ടത് കേരളത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെ BJPയുടെ ഒന്നും മാത്രമല്ല, അത് തിരികെ പിടിക്കേണ്ടത് കേരളത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ്. അതിന് തക്കതായ നടപടികൾ ഉണ്ടാകണം. കാരണം കേരളം മുഴുവൻ ആദ്യമായി കണ്ട ഒരു പോലീസ് സ്റ്റേഷൻ വിഷ്വലാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ്റെ അകത്തൊരു വിഷ്വൽ കേരളം കാണുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ ചിന്താഗതി പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഇതാണ് സംഭവിക്കുന്നത്. ആർക്കാണ് സംഭവിക്കുന്നത്? ഒരു പൂജാരിയായ ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാവായ ആ നാട്ടിൽ ഒരു അറിയപ്പെടുന്ന വ്യക്തിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണെന്നുള്ളതിൽ സാധാരണക്കാർക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആശങ്ക പരിഹരിക്കുന്നതിന് ഈ നടപടി വളരെ അധികം ആവശ്യമാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ഈ നടപടിക്ക് വേണ്ടി നിൽക്കുന്നത്. പിന്നെ ഇവിടെ ശ്രീ M. നൗഷാദ് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് കേട്ടോ. അദ്ദേഹം ഞങ്ങളുടെ MLA-മാരുടെ കാര്യമൊക്കെ പറയും. ശ്രീ M. നൗഷാദ്, താങ്കൾ ഒന്ന് പറഞ്ഞാൽ പിന്നീട് വീണ്ടും പറയേണ്ടി വരും. കാരണം താങ്കളുടെ ജില്ലയിൽ തന്നെയാണ് ഈ കേസുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒട്ടേറെ ആളുകളുണ്ട്, അതിൽ മന്ത്രിയുമുണ്ട്. അപ്പോൾ താങ്കൾ ഒന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചു വീണ്ടും പറയേണ്ടി വരും. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും തർക്കത്തിലേക്ക് പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് താങ്കൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ താങ്കൾ ആദ്യം ഇവിടെ ഏതാണ് സമരത്തിൻ്റെ കാര്യം ഇന്ന് മുഖ്യമന്ത്രിയും പറയുന്നത് കേട്ടു. നിങ്ങളിൽ ആർക്കാണ്, അല്ലെങ്കിൽ ഭരണപക്ഷത്ത് നിന്ന് ചോദിക്കുന്നത് കേട്ടു, നിങ്ങളിൽ ആർക്കാണ് മർദ്ദനമേറ്റത്? പിന്നെ ഞങ്ങളൊക്കെ മർദ്ദനമേറ്റത് അതിർത്തി തർക്കത്തിൻ്റെ പേരിലാണല്ലോ. 1.5 സെന്റ് അതിർത്തി തർക്കത്തിന്റെ പേരിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്തപ്പോൾ പോലീസ് വന്ന് അടിച്ചതാണല്ലോ. ശ്രീ M. നൗഷാദ്, ഇപ്പൊ ഞാനടക്കമുള്ള ഇന്നത്തെ തലമുറയും ഇന്നലകൾ ഇപ്പോൾ ഈ ഷാഫി പറമ്പിലിനെ പോലീസ് അടിച്ച ഒരു ദൃശ്യം, അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ചോര വരുന്ന ദൃശ്യം ഞാൻ അയച്ചിട്ടുണ്ട്. അതിന് മുമ്പേ ഉള്ള തലമുറയും ഒക്കെ സമരം ചെയ്ത് തന്നെയാണ് വളർന്നു വന്നത്. ആ സമരത്തിനിടയിൽ ഞങ്ങൾക്കൊക്കെ മർദ്ദനവും ഏറ്റിട്ടുണ്ട്, നിങ്ങളുടെ പോലീസ് സേന മർദ്ദിച്ചിട്ടുമുണ്ട്. അതൊന്നും നിങ്ങൾ ഏതാണ്ട് സമരം ചെയ്തു വന്നവരും ഞങ്ങളൊക്കെ പൊട്ടിമുളച്ച് വന്നവരുമാണെന്നുള്ള ആ മിഥ്യാധാരണയൊന്നും ആർക്കും ഇല്ല. അതുണ്ടെങ്കിൽ തന്നെ കയ്യിലും വെച്ചാൽ മതി എന്ന് പറയാൻ ആഗ്രഹിക്കുക. പിന്നെ പോലീസ് സേനയുടെ കാര്യം, ഇപ്പൊ താങ്കളുടെ നിയോജക മണ്ഡലത്തിലല്ലേ ഒരു സൈനികനെ ആക്രമിച്ചത്? കിളികൊല്ലൂര് ഇരവിപുരത്തായിരുന്നല്ലോ ആ സംഭവം നടന്നത്. എത്രമാത്രം സമരം നടന്നു. ആ സമരത്തിന് ശേഷമല്ലേ ഒരു സസ്പെൻഷൻ നടപടിയെങ്കിലും ഉണ്ടായത്. അതിനുശേഷം ഡിസ്മിസലിലേക്ക് പോയോ? ആ സൈനികന് നീതി ലഭ്യമാക്കാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതുപോലെ ഒട്ടേറെ വിഷയങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ നടന്നിട്ടുണ്ട് സാർ. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊക്കെ നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ ഇന്ന് കണ്ട ഏറ്റവും പ്രകടമായ ദൃശ്യം, ഒരു പാവപ്പെട്ട 29 വയസ്സുള്ള ചെറുപ്പക്കാരനെ, പൂജാരിയായ വ്യക്തിയെ കള്ളക്കേസ് എടുത്ത്, മദ്യപിക്കില്ലാത്ത ഒരു പൂജാരിയായ വ്യക്തിയെ മദ്യപിച്ചു എന്ന കള്ളക്കേസ് എടുത്ത് സ്റ്റേഷന്റെ അകത്ത് കയറി മർദ്ദിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. അത് നടപടിയെടുക്കാതെ പിന്നെ എന്ത് പോലീസിംഗ് ആണ് അഭിലാഷ കേരളത്തിലുള്ളത്? അതുകൊണ്ട് അത് നടപടിയെടുക്കാതെ ഒരു വിഷയത്തിലും പിന്നോട്ടില്ല. കേരളത്തിൽ ക്രമസമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ മനസമാധാനത്തോടുകൂടി ആർക്ക് ജീവിക്കാൻ സാധിക്കും അഭിലാഷ? മനസമാധാനത്തോടുകൂടി ജീവിച്ചാലാ ഈ നാട്ടിൽ വികസനം വരുള്ളൂ. അതുകൊണ്ട് മനസമാധാനവും ക്രമസമാധാനവും ഉണ്ടായിട്ടേ ബാക്കിയുള്ളത് ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. ശരി, ഒന്നാമത്തെ കാര്യം ശ്രീ അഭിലാഷ്, ഈ സംഭവം നടന്നത് 2023-ലാണ്. ഇത് ഇന്നലെ നിയമസഭ തുടങ്ങുന്നതിൻ്റെ തലേദിവസം രാത്രി നടന്ന സംഭവത്തെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. 2 കൊല്ലം ഒരു ഡ്യൂ പ്രോസസ്സിന് സമയമുണ്ടായിട്ട് ആ 2 കൊല്ലവും അത് ചെയ്യാതെ വന്നപ്പോഴാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. 2 കൊല്ലവും ഇവരിത് ചെയ്യുന്നില്ല എന്ന് കണ്ട് നീണ്ട നിയമ പോരാട്ടം നടത്തി. ആ നിയമ പോരാട്ടത്തിനുള്ളിൽ ഒരു സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകത്തെ മർദ്ദന ദൃശ്യം വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നപ്പോഴാണ് ഇവർ ഈ ആദ്യം നടപടി എടുത്തു എന്ന് പറയുന്ന സസ്പെൻഷൻ നടപടി എടുത്തത് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ 2 കൊല്ലത്തിന് മുമ്പ് തന്നെ, 1 കൊല്ലം മുമ്പ് തന്നെ കൃത്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് ഉണ്ടായിട്ടും ഇതേവരെ നടപടി എടുത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ ഡ്യൂ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ സർവീസ് കാലാവധി കഴിയുന്ന ദിവസം വരെ ഈ നടപടി നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂ പ്രോസസ്സ്. ആ ഡ്യൂ പ്രോസസ്സിന് വഴങ്ങിക്കൊടുക്കാൻ പ്രതിപക്ഷത്തിന് സാധ്യമല്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെസ്സേജ്. ആ മെസ്സേജ് തന്നെയാണ് ഞങ്ങളിന്ന് പറഞ്ഞതും. അപ്പോൾ അതുമാത്രമല്ല, എന്താണ് ഈ സസ്പെൻഷൻ നടപടി കൊണ്ട് ഇവർക്ക് കിട്ടുന്ന എന്താണ്? ഇവരുടെ നടപടി എന്താണ് അഭിലാഷേ? പകുതി കാശ് മേടിച്ച് വീട്ടിലിരുന്ന് പുട്ടടിക്കാമെന്നുള്ളതല്ലാതെ എന്താണ് ഇവർക്കെതിരെയുള്ള നടപടി? എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടായി. എന്താണെന്ന് KSU SFI സംഘർഷം നടന്ന് ചരിത്രത്തിൽ ആദ്യമായി ഒരു KSU SFI സംഘർഷത്തിൽ KSU പ്രവർത്തകരുടെ തലയിലൂടെ കറുത്ത മൂടി അടിയിച്ച് കയ്യാമം വെച്ച് കോടതി മുറിയിലേക്ക് വന്നു. വലിയ സമരങ്ങളുണ്ടായി. കോടതിയിലെ മജിസ്ട്രേറ്റ് തന്നെ ചോദിച്ചു, എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഒരു കള്ളക്കേസ് ഉണ്ടാക്കി. എന്താണ്? റോബറി കള്ളക്കേസ് ഉണ്ടാക്കി ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ റോബറി എന്ന് പറഞ്ഞ മൊബൈൽ ഫോൺ, SFIക്കാരന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. എന്ത് നടപടിയാണ് എടുത്തത്? ഒരു നടപടി എടുത്തു. എന്താണെന്നറിയോ? വടക്കാഞ്ചേരി സ്റ്റേഷനിൽ നിന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റി. എന്ന് പറഞ്ഞാൽ അതിനെ നടപടി എന്നാണോ പറയുന്നത്, പ്രൊമോഷൻ എന്നാണോ പറയുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് കഴിഞ്ഞ കുറെ കാലമായി
കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിൽ നടന്നു വരുന്ന നടപടിക്രമങ്ങളാണ് എന്നുള്ളതാണ് ഇന്നത്തെ അടിയന്തര പ്രമേയം. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇവിടുത്തെ ക്യാമ്പയിനിങ്ങിന്റെ വിഷയം. കേരളത്തിൽ കഴിഞ്ഞ 8 കൊല്ലം 2016 2024 ഇടയ്ക്ക് 17 കസ്റ്റഡി മരണം നടന്നു എന്ന് പറയുന്നത് ഞങ്ങളല്ല. ഈ പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച്, NCRBയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോക്സഭയിൽ സമർപ്പിക്കപ്പെട്ട രേഖയിൽ പറഞ്ഞതാണ് 17 കസ്റ്റഡി മരണം നടന്നു എന്ന്. എന്നിട്ട് എന്തുണ്ടായി ഈ കേരളത്തിൽ? എത്രയോ അധികം പരാതികൾ വന്നു. അത് കോൺഗ്രസ്സുകാർ മാത്രമാണ് പരാതി പറഞ്ഞത്. ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രി അടൂരിലെ വിഷയം പറഞ്ഞു. അടൂരിലെ വിഷയം ഞങ്ങളല്ലല്ലോ ഉന്നയിച്ചത്. അടൂരിലെ വിഷയം DYFയുടെ മേഖലാ സെക്രട്ടറിയുടെ മാതാപിതാക്കൾ പറയുകയാണ്. CPMന്റെ അഴിമതി പുറത്തു വരുന്നത് കാരണമാണ് ആ ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്ന് ആ മാതാപിതാക്കൾ പറയുകയാണ്. ഒരു ലോക്കൽ സെക്രട്ടറി പരസ്യമായി പോസ്റ്റ് ഇട്ടില്ലേ, ഒരു പോലീസ് സ്റ്റേഷൻ കയറി ചെല്ലുമ്പോൾ ആദ്യം കൂമ്പിനിട്ടാണ് ഇടി കിട്ടുന്നതെന്ന് ഒരു SFIയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞില്ലേ. എന്നെ മർദ്ദിച്ച പോലീസുകാരൻ ഇപ്പോഴും സുഖലോലുപമായി പോലീസ് സേനയിൽ വാഴുകയാണെന്ന് പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ സാധാരണക്കാരന് നീതി ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, നന്മമരങ്ങളായി ഫേസ്ബുക്കിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന പോലീസുകാരുടെ യഥാർത്ഥ മുഖം CCTV വിഷനിലൂടെ പുറത്തു വന്നപ്പോൾ ഭൂതകാല സ്മരണകളിലേക്ക് പോയി പഴയ കാലങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്റെ അഭിലാഷേ, ഈ മുഖ്യമന്ത്രി പറയുന്ന സംഭവം നടന്നത് 50 കൊല്ലം കഴിഞ്ഞു. ഇത് 2025 ആദ്യം അതോ ആലോചിക്കണം. മുഖ്യമന്ത്രിയും ഇതിനെ ന്യായീകരിക്കാൻ വരുന്നവരൊക്കെ 2025 നിന്ന് 960 970 ഭൂതകാല സ്മരണകൾ ഇവിടെ പറയാൻ പോയാൽ ആ സ്മരണകൾക്ക് ഒരുപാട് മറുകഥകൾ പറയാനുണ്ടായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭൂതകാല സ്മരണകളല്ല വേണ്ടേ. ഇന്നത്തെ വിഷയത്തിൽ ഇന്നത്തെ നടപടിയാണ് ആവശ്യം. ആ നടപടി എടുക്കുന്നവരെ ഞങ്ങൾ സമരം കുത്തുണ്ടാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പറഞ്ഞു കഴിഞ്ഞ് മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെ നടപടി ഉണ്ടായിട്ടുണ്ട്. ആ നടപടിയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനും സാധിക്കും. താങ്കൾ വാസ്തവ വിരുദ്ധമായിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് അത് നമ്മൾ തമ്മിൽ വ്യക്തിപരമായി പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പും എല്ലാ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും കറപ്ഷൻ ചാർജിൻ്റെ അടിസ്ഥാനത്തിൽ, മിസ്കണ്ടക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം നടപടിയെടുത്തു. എങ്ങനെയാണ് അഭിലാഷ് നടപടിയെടുത്തത്? ഈ പോലീസാണ്, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ പോലീസാണ് മാങ്ങ മുതൽ മാല വരെ മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥർ. അതിൽ മാങ്ങ മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തു. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി വെച്ച് തലക്കടിക്കാൻ ശ്രമിച്ച, കരിങ്കോടി കാണിച്ചതിന്റെ പേരിൽ തലക്കടിക്കാൻ ശ്രമിച്ച ഗൺമാൻ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ നടക്കുകയാണ്. അനിൽകുമാർ, അയാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റായ തൊടുപുഴയിലെ ബിലാൽ, അയാളുടെ കണ്ണിലടിച്ച് 40% കാഴ്ചശക്തി പോയി. ആ പോലീസ് ഉദ്യോഗസ്ഥനെ പുറത്താക്കണമെന്ന് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉത്തരവിട്ടു. എന്നിട്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുത്തിട്ടില്ല. ഇവിടെ ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുത്തിട്ടില്ല. ഇവിടെ ഈ വടക്കാഞ്ചേരി വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുത്തിട്ടില്ല. അയാൾക്ക് പ്രമോഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഷിറാസ് ഖാൻ എന്ന് പറയുന്ന ഒരു ജയിൽ ഉദ്യോഗസ്ഥനെ മയക്കുമരുന്ന് കേസിന്റെ പേരിൽ, മയക്കുമരുന്ന് കടത്തിയതിന് ഉപയോഗിച്ചതിന്റെ പേരിൽ എറണാകുളത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ പുറത്താക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത നിയമസഭയിൽ ഉത്തരത്തിൽ പറയാണ് അയാൾക്കെതിരെ ആകെ നടക്കുന്ന ഒരു വിജിലൻസ് അന്വേഷണം മാത്രമാണ്, മറ്റൊരു അന്വേഷണവും നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ നടപടിയൊക്കെ ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് കേരളം കണ്ടതല്ലേ. ഇവിടെ പച്ചയായി രാഷ്ട്രീയ പ്രവർത്തകരെ തലക്കടിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിൽ അതിനെ അനുകൂലിച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്ത് നടപടി എടുത്തു എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ 17 കസ്റ്റഡി മരണം. അഭിലാഷ, നിങ്ങൾ കണക്കെടുക്കുമ്പോൾ അതെടുക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ 17 കസ്റ്റഡി മരണം 2016 തൊട്ട് 2024 വരെ കാലഘട്ടത്തിൽ 8 കൊല്ലം നടന്ന മറ്റൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. 17 കസ്റ്റഡി മരണം. ആരുടെ കാലഘട്ടത്തിലാ? ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലഘട്ടത്തിലാ. ഞങ്ങൾ മാറ്റം കൊണ്ടുവന്നു എന്ന് പറയുന്ന ശ്രീ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ. ഇവിടെ MLA കുറെ അധികം കാര്യം പറഞ്ഞാലോ, അദ്ദേഹവും ഭൂതകാലത്തേക്കിടെ സഞ്ചരിക്കുകയാണ്. ഭൂതകാലം പറയാതെ, ചരിത്രം പറയാതെ വർത്തമാനം പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. NGSR, നിങ്ങൾ കൂത്തുപറമ്പിന്റെ ചരിത്രം ഇപ്പോൾ പറയാത്തെ? കൂത്തുപറമ്പ് വെടിവെപ്പിലെ പ്രധാനപ്പെട്ട കുറ്റക്കാരനെന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞത് റവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചായിരുന്നല്ലോ. അന്ന് നിങ്ങൾ സമരം നടത്തിയല്ലോ, അന്ന് നിങ്ങൾ നിയമസഭയിൽ ഒരുപാട് വാഗ്വാദങ്ങൾ നടത്തിയല്ലോ. ആരാണ് സാർ കേരളത്തിലെ DGP എന്ന്? ഇതേ റവാഡ ചന്ദ്രശേഖരനല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് മഹിമയാണ് സാർ ഇവിടെ പറയാനുള്ളത്? അത് മാത്രമല്ല, രമൺ ശ്രീവാസ്തവ എന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് ശ്രീ നൌഷാദ്, താങ്കൾ DYFI നേതാവായിരുന്നപ്പോ കേരളം ഒട്ടാകെ സമരം നടത്തിയല്ലോ സാർ. എന്നിട്ട് ഇന്ന് ആരാണ് സാർ ആ പിണറായി വിജയന് പോലീസിന് വേണ്ട ഉപദേശം കൊടുക്കാനിരിക്കുന്നത്? അതേ രമൺ ശ്രീവാസ്തവയല്ലേ? അപ്പൊ ചരിത്രം പറയാൻ പോയാൽ ഒരുപാട് ചരിത്രം കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ വർത്തമാനത്തെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ
കേരളം മുഴുവൻ കണ്ട ഒരു വിഷയമാണ്. വിഷ്വൽ മുഴുവൻ കേരളം കണ്ടതാണ്. ആ കേരളം കണ്ണിന്റെ മുമ്പിൽ കണ്ട ഒരു വിഷയത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ശിക്ഷാ നടപടി എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനൽ പോലീസ് സംഘത്തെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടി എടുക്കുന്നത് വരെ ഞങ്ങൾ സമരമുഖത്ത് തന്നെ ആയിരിക്കുമെന്ന് പറയുന്നത്. വിഷയം നടന്ന് 2 കൊല്ലം കഴിഞ്ഞ് ആ വിഷയത്തിൽ സമരം നടത്തുമ്പോൾ മാത്രമാണ് ഞങ്ങൾ നടപടി എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഈ പോലീസ് സേനയുടെ സിസ്റ്റം ഫെയിലിയർ ആണെന്ന് പറയുന്നത്. കാരണം ഏതൊരു ഡിപ്പാർട്ട്മെന്റിനേക്കാൾ വിഭിന്നമായി പോലീസ് സേനയിൽ ഇന്റേണൽ കംപ്ലൈന്റ് ഉള്ള അല്ലെങ്കിൽ ഇന്റേണലായി അവർക്ക് നടപടിക്രമങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സേനയാണ്. ആ സേന കഴിഞ്ഞ 2 കൊല്ലമായി കുന്നംകുളത്തെ വിഷയത്തിൽ അവർക്കറിയാവുന്ന വസ്തുത, ഇത് നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ് എന്നല്ലേ ഉള്ളൂ, പക്ഷെ അവർക്കറിയാവുന്ന വസ്തുതയ്ക്ക് പുറത്ത് അടയിരുന്ന് സമരം നടത്തി ഇത്രയും വലിയ ചർച്ചയായപ്പോൾ ഒരു നടപടി എന്ന പേരിൽ സസ്പെൻഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മളൊരു നടപടിയായിട്ട് കാണാൻ സാധിക്കും? ഇല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് അടിയന്തര പ്രമേയത്തിൽ വിഷയങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ അതിന്മേൽ ഒരു അന്വേഷണം നടത്താമെന്ന് പറയുമ്പോൾ ആ സിസ്റ്റം എത്രമാത്രം ശരിയാണെന്നാണ് നമ്മൾ കരുതപ്പെടേണ്ടത്. ഇല്ലെങ്കിൽ പീച്ചി സ്റ്റേഷനിലെ വിഷയം തന്നെ, പീച്ചിയിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഏതൊക്കെ ദൃശ്യം വന്നേ? ഇവിടെ പരസ്യമായി കോഴപ്പണം മേടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ പണത്തിന്റെ പകുതിയിലധികം പോലീസിനാണ് എന്നുള്ള വിവരം പുറത്തു വന്നു. ഇതിനു മുമ്പേ ശ്രീ എം ഷംസുദ്ദീൻ ഒരു അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ചോദിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രി ചൂടായി. എന്തിനാ ചൂടാവുന്നേ? പോലീസ് അങ്ങനെ കാശൊന്നും മേടിക്കുന്നവരല്ല, ഗൂഗിൾ പേ മേടിക്കുന്നവരല്ല എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോ പരസ്യമായി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ അല്ലെങ്കിൽ പോലീസുകാർക്ക് കൊടുക്കാൻ പരസ്യമായി കോഴപ്പണം കൊടുക്കുന്നതിന്റെ ദൃശ്യം വരെ പുറത്തു വന്നിട്ട് ഇപ്പോഴാണ് നടപടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ സത്യത്തിൽ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് പണി? ഇതിനകത്ത് നടപടി എടുക്കാൻ പറ്റാത്ത ആഭ്യന്തരമന്ത്രി എന്തിനാണെന്ന് ഇങ്ങനെ ഇരിക്കുന്നത്? ഇതിനകത്ത് എത്രയോ വിഷയങ്ങളുണ്ടായി. ഞാൻ നേരത്തെ ഒരു വലിയ ലിസ്റ്റ് ഓഫ് വിഷയങ്ങൾ പറഞ്ഞു. എത്ര വിഷയം? ഇപ്പൊ മൂവാറ്റുപുഴ എന്റെ അഭിലാഷ ഒരു ചെറുപ്പക്കാരൻ ബാറ്ററി കൊണ്ടുവിറ്റു. നിങ്ങളത് കേൾക്കണം. അത് ആ ചെറുപ്പക്കാരൻ അമൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബാറ്ററി കൊണ്ടുവിറ്റു. ആ ബാറ്ററി കടയിൽ നിന്ന് മറ്റൊരു ബാറ്ററി മോഷണം പോയി. ആ മോഷണ കേസിലെ പ്രതി ഇവനാണെന്ന് പറഞ്ഞ് ചെന്നപാടെ ഇവനെ ചോറുണ്ടോണ്ടിരുന്ന വീട്ടിൽ നിന്ന് അവരെ പിടിച്ചിറക്കിക്കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നതിനിടയ്ക്ക് ബാറ്ററി കടക്കാരൻ പറഞ്ഞു, ഇതാണ് എന്റെ മോഷണം പോയ ബാറ്ററിയുടെ രേഖകൾ എന്ന് പറഞ്ഞപ്പോൾ ആ ബാറ്ററി അല്ല ഈ ബാറ്ററി. അപ്പൊ ആ ചെറുപ്പക്കാരൻ മുഖത്തടിച്ച് പൊട്ടറ കൂട്ട എന്ന് പറഞ്ഞവനെ വീട്ടിൽ വിടുകയാണ്. അവൻ കേസുമായി പോകുമെന്ന് പറയുമ്പോൾ CPM നേതാക്കന്മാർ പോയിട്ട് സെറ്റിൽമെന്റ് നിൽക്കുകയാണ്. ഇത് കേരളത്തിൽ എത്ര തവണയായി നടക്കുന്നു? ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പരമ്പരയും ഘോഷയാത്രയല്ലേ കേരളത്തിൽ നടക്കുന്നത്? എന്നിട്ട് ശ്രീ എം നൗഷാദിനെ പോലെയുള്ള ആളുകൾ അതേപോലെ ന്യായീകരിക്കുമല്ലേ? ഇപ്പോഴും ന്യായീകരണം എന്താ പറയുന്നത്? ഇവർ പറയുന്ന ഭൂതകാലത്തെ ന്യായീകരണമല്ലേ? ഞാൻ എല്ലാവരും ഒന്നിച്ച് പറയുന്നില്ല. ശ്രീ എം നൗഷാദ് ഇപ്പൊ കൊല്ലം ജില്ലയിലെ തന്നെ മറ്റൊരു MLA ഉണ്ട്, M മുകേഷ്. അയാൾക്കെതിരെ ഗുരുതരമായ പീഡന ആരോപണവും പരാതിക്കാരിയും ഉണ്ടായിരുന്നു, കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അയാളുടെ സ്വഭാവമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാനിവിടെ പറയുന്നില്ല. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ മകൻ റിവേഴ്സ് ഹവാല നടത്തിയെന്ന് ഒരു പാർട്ടിക്കാരൻ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഉള്ള പാർട്ടിയുടെ മുഴുവൻ MLA-മാരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ M നൗഷാദൊന്നും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ഭരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തിന് യാതൊരു കൺട്രോളും ഇല്ല ഈ പോലീസ് സേനയിൽ. അദ്ദേഹം പറയുന്നത് പോലെ അല്ല പോലീസ് സേന നടക്കുന്നത്. ഇവിടെ കുറെ ഉപജാപക സംഘം അത് നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ നിവർത്തിക്കുന്നത് ക്രിമിനൽ സംഘമാണ്. അതുകൊണ്ടാണ് ഇതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി എടുക്കാത്തത്. ഒരു നടപടി പോട്ടെ. വിഘ്നേഷ് എന്ന് പറയുന്ന ഒരു DYFI-കാരൻ കഴിഞ്ഞ ദിവസം ഞാൻ പങ്കെടുത്ത ഒരു ചർച്ചയിൽ വന്നു. അയാൾ പറയാണ് 3 കൊല്ലമായി ഈ സുജിത്തിന് 2 കൊല്ലം കൊണ്ട് നിയമ പോരാട്ടത്തിലൂടെ നീതി കിട്ടി. പക്ഷെ എന്റെ കേസ് വാദിക്കുന്നത് ഐലുവിന്റെ എന്ന് പറഞ്ഞാൽ ലോയേഴ്സ് യൂണിയൻ CPM-ന്റെ അഭിഭാഷക സംഘടനയുടെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ്. അയാൾ നീതിയും മേടിച്ചു തന്നിട്ടില്ല, പാർട്ടി എനിക്കൊട്ട് നീതിയും തന്നിട്ടില്ല. ആരാണ് പറയുന്നത്? ശ്രീ എം നൗഷാദിന്റെ നാട്ടുകാരനായ വിഘ്നേഷ് എന്ന് പറയുന്ന DYFI-കാരൻ പറയാണ്. അപ്പൊ ആർക്കാണ് ഇവിടെ പരാതിയില്ലാത്ത? DYFI-കാരനും പരാതിയാണ്, കോൺഗ്രസ്സുകാരനും പരാതിയാണ്, BJP-കാരനും പരാതിയാണ്, സാധാരണ ജനങ്ങൾക്കും പരാതിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ അമലൊന്നും യാതൊരു രാഷ്ട്രീയ ഇതുള്ള ആളുകളല്ല, അവർക്കും പരാതിയാണ്. എന്ന് പറയുമ്പോൾ സാധാരണക്കാരനെ ഇവിടെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പോലീസ് സേനയാണ് കഴിഞ്ഞ കുറെ കാലമായി പോലീസിലുള്ളത്. അവരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്ക് ഇതിൽ കൺട്രോൾ ഇല്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് കൃത്യമായ നടപടി. ആ നടപടി എന്ന് പറഞ്ഞാൽ പേരിന് എന്തെങ്കിലും ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്യലോ സസ്പെൻഷനോ അല്ല, പുറത്താക്കണം, കാക്കി അഴിച്ചു വെക്കണം. അവർ അൺഫിറ്റ് ആണ് ഈ ജോലിക്ക് എന്നുള്ളത് വരുത്തി തീർക്കണം. എന്നാലേ പാഠം പഠിക്കൂ, എന്നാലേ നമ്മുടെ സേന നന്നാവുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തുന്നത്.